ഇന്നും നമ്മുടെ വീടുകൾ പരസ്പരം തർക്കാണെങ്കിലോ അസൂയാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ വാണിയന്തടി കുടുംബത്തിൽ നിന്ന് ഒരാള് ഗൾഫിലൊക്കെ പോയിട്ട് നല്ല ഉഷാറായി എന്ന് വിചാരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെൻസ് കാറായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തിനാണ് അസൂയ? അവനെ ചാനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മളെ കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കുറെ സഹായം കിട്ടുമല്ലോ. അതിൽ നമ്മൾ അസൂയ വെക്കല്ല. ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം വന്നാല് അത് പിന്നെ കണ്ണേറായിട്ട് മാറും. ഇവിടെ ചിലപ്പോ സുന്നികളായ ആൾക്കാരുണ്ടാവും, ഞാനൊക്കെ അതിൽപ്പെട്ടതാണ്. സലഫികളായിട്ട് ആൾക്കാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെ പലതും ഉണ്ടാവും. പക്ഷെ ആരും തർക്കിക്കാതെ വരുന്ന ഒരു സാധനമാണ് അൽ ഐനു ഹഖ്ഖുൻ. ഹക്കാണ് ഐന് അഥവാ കണ്ണെന്ന് കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ആയിട്ട് അതിനോട് അസൂയപ്പെട്ടാൽ കണ്ണേറായി മാറും. ആ മനുഷ്യൻ ഭസ്മം പോലെയാകും. അതിന്റെ പ്രതിവിധികളുടെ ദീനില്. അതുകൊണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ഇന്ന ദിക്റുകളൊക്കെ ചൊല്ലി കയ്യിലൂതിയിട്ട് മേനി തടവാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തിനാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ഉയർന്ന ആൾക്കാരോട് ഇത്രമാത്രം? ബാഫക്കി തങ്ങൾ, നമ്മുടെ പിന്നെ ഇത് പറയല്ലോ, ബാഫക്കി തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് സമ്പത്തുള്ളവരുണ്ടല്ലോ. ബാഫക്കി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അത് ഉണ്ടാവണം, എന്നാൽ അവിടെ നിന്ന് കണ്ട് എടുക്കാതിരിക്കുള്ളൂ, അങ്ങോട്ട് കൊടുക്കാനും വേണം ആൾക്കാര്. മനസ്സിലായോ? ഇങ്ങോട്ട് എടുക്കാതെ അങ്ങോട്ട് കൊടുക്കാനും വേണം ആൾക്കാര്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സമ്പത്തുള്ളവർ ഉയർന്നു വരട്ടെ, ബിസിനസ്സുകാർ ഉയർന്നു വരട്ടെ. അവർ ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചിലപ്പോ കുടുംബത്തിലെ എനിക്കറിയാം, ഉദാഹരണത്തിന് ഞാൻ വ്യക്തിയെ പറയാന്ന് വിചാരിക്കുന്നത്, നെക്സ്റ്റ് ഫാമിലിയില് പാവം ഒരു ബഷീർക്ക് ഉണ്ടായത് കൊണ്ട് ആ ആളുടെ ജ്യേഷ്ഠനും അനിയനും മക്കളും അമ്മയുടെ മക്കളും എല്ലാവരും ഉയർച്ചയിലായി. ഒരൊറ്റ വ്യക്തിയാണ് ഇവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ അറിയാം. എത്രയോ കുടുംബത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്. അസ്ലമിന്റെ കുടുംബം കൽപ്പകഞ്ചേരിയിലെ അസ്ലം ഉയർന്നുകൊണ്ട് പോയപ്പോ എല്ലാരും അതേപോലെ ആക്കി. ഒരു വ്യക്തി ചിലപ്പോൾ ഉയർന്നു വന്നാൽ മതിയാവും. അതുകൊണ്ടാണ് എല്ലാവരും ഉയർന്നത് ഞാൻ പറയല്ലോ. അത് തുടക്കം അങ്ങനെയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന കുടുംബത്തിലെ ഏതെങ്കിലും ആൾക്കാർ സമ്പന്നരാകുമ്പോഴേക്ക് നമുക്കൊരിക്കലും അസൂയ വരരുത്. ഇതേപോലെ തന്നെ ചിലപ്പോ, ഇനി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കണ്ട, നമ്മളിലേക്ക് 3 മരുമക്കൾ വന്ന് അതിൽ ഒരാളൊന്ന് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്, അതിന് മറ്റു 2 ആൾക്കും ഇങ്ങനെ എന്താക്കി കൊടുക്കണ്ട, അത് ദേഷ്യം തോന്നണ്ട. കാരണം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് നിങ്ങളെ കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമില്ല, അത് പഠിച്ചതിന്റെ കുഴപ്പമാണ്. പക്ഷെ ആ വിദ്യാഭ്യാസമുള്ള ആൾക്കും ചായാച്ചാൻ അറിയണം. ഈ സാധുക്കൾ മാത്രം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിയാ, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണയാണെന്നും പറഞ്ഞിട്ട് നടക്കരുത്. എല്ലാരും കൂടി സുഹൃത്തുക്കളായി നടക്കും. വിദ്യാഭ്യാസമുള്ളവർക്ക് അത് ഉണ്ടാകട്ടെ, സമ്പത്തുള്ളവർക്ക് അത് ഉണ്ടാകട്ടെ. ഒരാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഒരാൾ നല്ലൊരു വീട് വെച്ച്, നിങ്ങളെ വാണിയന്തോടിയിൽ ഒരാൾ വലിയൊരു വീട് വെച്ച്, എന്നിട്ട് ഇങ്ങനെ മാസത്തിൽ നിങ്ങളെ സംഗമം അവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ? അതിന് നമ്മൾ അസൂയപ്പെടണ്ട. ഇപ്പൊ ഇങ്ങക്ക് ദുആ ചെയ്യാൻ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉസ്താദുമാരുണ്ടാകും, അതൊരു രസമാണ് അല്ലെ? നിങ്ങളെ കുടുംബത്തിൽ തന്നെ പൈസ എടുക്കാനുള്ള ആൾക്കാരുണ്ടാകും, അതൊരു രസമാണ്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഉയർന്നു വരട്ടെ. നമ്മളിപ്പോ ഇന്ന് മത്സരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ മകൻ എങ്ങനെങ്കിലും ഡോക്ടറാവണം. കാരണം എന്താണ്? ഏടത്തിരെ മോൻ ഡോക്ടറാണ്, അതാണ് കാരണം. അപ്പൊ മക്കളെ വെച്ചിട്ട് മത്സരിക്കുക. ഈ മക്കളെ വെച്ചിട്ട് എന്തിനു മത്സരിക്കണം? നമ്മളെ മക്കൾ ചിലപ്പോ വേറെ ആയിരിക്കും പഠിക്കേണ്ടത്. എല്ലാവരും ഡോക്ടർ ആവണമെന്നില്ല. അങ്ങനെയല്ലേ കൈസ് എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത്, ഞാൻ ഇടയ്ക്ക് ഏതോ സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പിന്നാലെ കൂടി, വാപ്പ പിന്നാലെ കൂടി, അവസാനം വാപ്പ ഈ ഡോക്ടർ എന്നാവണമെന്ന് ശാഠ്യം പിടിച്ച് എൻട്രൻസ് എഴുതി ആ കുട്ടി പൊട്ടി. പിന്നെ എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണം എന്ന് പറഞ്ഞു, പക്ഷെ വാപ്പ വിട്ടില്ല. വാപ്പ പിന്നെയും കൊണ്ടുപോയിട്ട് നീറ്റിനെ ചേർത്ത് ഈ കുട്ടി കയ്യിന്റെ ഞരമ്പറുത്തെടുത്തുനിന്ന് ആശുപത്രിയിലായി. ആശുപത്രി പോയപ്പോ വാപ്പ അവിടുന്ന് സമാധാന വാക്കല്ലേ പറഞ്ഞത്, പത്രത്തിൽ വന്നതാണ്, അതുകൊണ്ടാണ് പരസ്യമായിട്ട് പറഞ്ഞത്. വാപ്പ പറഞ്ഞെന്താന്ന്, ഈ കൈ മുറിച്ചാലും ശരി, കഴുത്ത് മുറിച്ചാലും ശരി, നീ ഡോക്ടറായേ പറ്റൂന്ന് വാശിപൂർവ്വം വാപ്പ പറഞ്ഞു. അന്ന് രാത്രിയാണ് കൈസ് എന്ന് പറയുന്ന കുട്ടി കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ യൂണിവേഴ്സിറ്റി, വലിയ മെഡിക്കൽ കോളേജിൽ നിന്നും താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തത്. നമ്മുടെ കുട്ടികളെ വാശി കൊടുത്ത് അവസാനം ഒരു ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളെ കുട്ടികൾ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അവർക്ക് ആഗ്രഹമുള്ളത് പഠിക്കട്ടെ, പക്ഷെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. അതിന് നമ്മുടെ കുടുംബത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ആദ്യം തുടങ്ങേണ്ടത് എവിടുന്നറിയോ? ഇതാ ഇവിടെ ഇരിക്കുന്ന വല്യപ്പമാർ. ആ വല്യപ്പമാർക്ക് വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാകണം. ഒരു വീട്ടില് കുറച്ച് ആൾക്കാർ പോയി പാലിയേറ്റീവിന്റെ, എന്നിട്ട് കിടക്കുന്ന രോഗിയാണ്, വയസ്സായ ആണാണ്, അതിന് ജ്യൂസ് കൊടുക്കാൻ. പേരക്ക ജ്യൂസാ കൊടുത്തത്. കാരണം അതിന് വയറ്റിന് ശരിക്കും പോവാത്തോണ്ട് കൊടുക്കേണ്ട ഒരു സാധനം പേരക്ക ജ്യൂസ്. ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരം കൊടുത്ത പേരക്ക ജ്യൂസ്. വന്നിട്ട് ഒരൊറ്റ തട്ടലാണത്രേ ആര്, ഈ പെണ്ണ് വന്നിട്ട്, അത് മരുവോള് വന്നിട്ട്, നിങ്ങൾ എന്തിനാ അത് കൊടുക്കണമെന്ന് ചോദിച്ചു. അത് കൊടുക്കണമെന്ന് പറഞ്ഞത് വയറ്റിന്ന് പോകാത്തോണ്ടാ, അത് നിങ്ങൾ വൃത്തിയാക്കി വന്നിട്ട് നിങ്ങൾ ഇതും കൊടുത്തോണ്ടാണ്. അപ്പൊ ഇവര് വന്ന് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ഇടിപ്പിച്ച് ഒന്നാകെ
സീലൊക്കെ പൊതിഞ്ഞു കെട്ടി എന്നിട്ടാണ് ഈ ജ്യൂസ് കൊടുക്കുന്നത്. എന്നിട്ട് മരുമകൾക്ക് നോക്കാൻ താല്പര്യമില്ല. പാവം പാലിയേറ്റീവിന്റെ കുട്ടികൾ അവര് സങ്കടത്തോടു കൂടി ഇറങ്ങി വരിക. അവരെന്നോട് പറയാണ്, എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ സംഭവമായി പറഞ്ഞത്, സാറേ ചിലയിടത്തേക്ക് പോകാൻ തോന്നൂല, കാരണം അവരിങ്ങനെ ഒരു തരം ഒരു മുടക്കാച്ചരക്കായിട്ടാണ് ഇവരൊക്കെ നോക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ ആലോചിക്കണ്ടേ, നമ്മുടെ പിതാവ് നമ്മുടെ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നോക്കും തോറുമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് മാതാപിതാക്കൾ കരഞ്ഞാൽ ഇങ്ങനൊന്നും കരയരുതെന്ന്? അദ്ദേഹം പറഞ്ഞത്, എന്റെ പിതാവ് മരിച്ചത് കൊണ്ടല്ല ഞാൻ ഇത്ര കരയുന്നത്, എന്റെ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ പിതാവാണ് സ്വർഗത്തിലേക്കുള്ള ബാബുൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. പിതാവ് സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടുള്ള സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ പിതാവെന്ന കവാടത്തിലൂടെ കടക്കണം. ആ പിതാവെന്ന കവാടത്തെ ഇന്ന് അള്ളാഹു ഊരി വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് അതിലൂടെ കടക്കാനുള്ള ചാൻസ് ഇല്ല. ഇതുവരെ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ ചെയ്തെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പിതാവ് നമ്മുടെ സ്വർഗത്തിന്റെ വാതിലാണ്. കുഴഞ്ഞു കിടക്കുമ്പോ, തളർന്നു കിടക്കുമ്പോ എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. ഒരിക്കലും നമുക്കൊരു അറപ്പ് തോന്നരുത്, ഒരിക്കലും വെറുപ്പ് തോന്നരുത്. ഞാൻ പറയാ, നമ്മൾ ഉസ്താദുമാര് മറ്റുള്ളവരൊക്കെ അതിന്റെ വിധികൾ പറഞ്ഞോളിൻ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മയ്യത്ത് കുളിപ്പിക്കൽ വീരന്മാരുണ്ടാകും, നല്ലത്, അവർ നല്ലതാ ചെയ്യണത്. പക്ഷെ ചിലടത്തൊക്കെ ഒരു വീരത്വം പറയാം, ആണ്ട് മാറി എന്ന് പറഞ്ഞാൽ ഒരാൾ വരും. എല്ലാ മഹലിലും മിക്കവാറും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഇല്ലാതിരിക്കട്ടെ. നിർബന്ധമായും മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് വിളിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ തന്നെ അതിൽ ആകെ 2-3 ഐഡിയാസ് തന്നെ ഉള്ളൂ. അല്ലാതെ സാധാ കുളി തന്നെയാണ് ഈ സാധനം. ഇത് വലുതാക്കി നമ്മൾ വിചാരിച്ചത് ആകാശത്ത് നിന്ന് മലക്കൾ വന്ന് കുളിപ്പിക്കണമായിരിക്കും, കുളിപ്പിക്കുകയാണെന്നാണ്. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്ന സാധനത്തില് സോപ്പെടുത്ത് തരാന്, വെള്ളം ഒഴിക്കാനെങ്കിലും മക്കളെ നിർത്താതെ ഒരിക്കലും എന്താക്കരുത്, നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കരുത്. അതിനാ മക്കൾ ഇങ്ങനെ പുറത്ത് കൊലായ്മക്ക് ഉണ്ടാവും, ഏതോ ഒരാൾ കുളിപ്പിക്കുന്നുണ്ടാവും. ഈ വാപ്പയുടെ ഈ ഒരു കറയുണ്ടല്ലോ, ഈ ചളികളൊക്കെ അതെല്ലാം കളഞ്ഞ് ശീലിക്കുന്ന മക്കളുണ്ടാകണം. കാരണം എന്തിനാണെന്നറിയോ? ഇല്ലെങ്കിൽ നമുക്ക് അറപ്പ് വരും ഈ പിതാവിനോട്, ഈ മാതാവിനോട്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ എനിക്ക് എന്റെ ഉമ്മ ഭക്ഷണം തന്നിരുന്നത്, കാതരാജനായിട്ടൊക്കെ നല്ല പരിചയം, എന്റെ ഉപ്പിമ്മയൊക്കെ എന്ന് പറഞ്ഞ അയൽവാസികളാണ്. ഞങ്ങൾക്ക് വരുന്നിരുന്നത് ഒരു ഉരുളെടുക്കും, എന്നിട്ട് ജ്യേഷ്ഠനെടുക്കും, എന്നിട്ട് ഒരു ഉരുളെടുക്കും, എനിക്ക് തരും ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന്, എന്നിട്ട് ഒരു ഉരുളെടുക്കും. അത് കുറെ വലുതായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിലും അത് ചെയ്യിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ജ്യേഷ്ഠാജന്മാർക്ക് തമ്മിൽ ഒരു അറപ്പൊന്നും ഉണ്ടാവില്ല. ഇത് ഇന്ന് ഉമ്മാര് മക്കള് കഴിച്ച ഫുഡിന്റെ ഭാഷ തന്നെ ബാക്കി വെക്കുകയാണ്. പണ്ടത്തെമാരല്ലേ എന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷെ അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. മക്കളെ കഴിപ്പിച്ചിട്ട് അതിന്റെ ബാക്കിക്ക് ചോറിട്ടിട്ടായിരുന്നു ഉമ്മാരെന്ന് കഴിച്ചിരുന്നത്. ഉമ്മാരെന്നെ മക്കളുടെ ഇങ്ങനെ തള്ളുക, അങ്ങനെ തള്ളിക്കോളിൻ. അങ്ങനെ നിങ്ങൾ വയ്യാതെ കിടക്കുമ്പോ ഇതേമാതിരി ഒരു തള്ളല് മക്കൾ അങ്ങോട്ടും തള്ളും. കാരണം ഇപ്പൊ മക്കൾ നമുക്ക് ഇഷ്ടമല്ല, മക്കള് ബാക്കി വെച്ച ചോറ് നമുക്ക് ഇഷ്ടമല്ല, മക്കൾ കുടിച്ചു വെച്ച ജ്യൂസിന്റെ ബാക്കി കൊടുക്കൽ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇതേപോലെ വയസ്സാകുമ്പോ ഈ മക്കൾ ഇങ്ങോട്ടും പിടിച്ച് തള്ളുന്നത് നമ്മൾ സൂക്ഷിച്ചോ. കാരണം ഇന്നും അറബ് നാട്ടിൽ ഈ ഒരു ശീലുണ്ട്. എനിക്കറിയാം, നമ്മൾ അറബ് നാട്ടിലേക്ക് ഇടക്കൊക്കെ പോകുന്ന എല്ലാ മാസത്തിലും ഒരു 15 ദിവസം നമ്മൾ അവിടെയാണ്. ഇന്നലെ പോണ്ടതായിരുന്നു നിങ്ങൾ ഈ പരിപാടിയാണ് നാളേക്ക് നീട്ടിവെച്ചതാ. ഈ അവിടെയുള്ള വലിയ അറബികൾ, അത് ഷെയ്ഖ് മക്തൂമാകട്ടെ അല്ലെങ്കിൽ ഷെയ്ഖ് പിന്നെ മുഹമ്മദ് ആവട്ടെ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു മന്തി കഴിക്കുമ്പോ അല്ലെങ്കിൽ നല്ലൊരു ചിക്കൻ കഴിക്കുമ്പോ ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പൊ ഏതെങ്കിലും ജമ്മാട്ടേറിനായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവനെ വിളിക്കാൻ പറഞ്ഞിട്ട് ആരെന്നറിയോ? ഇന്ന് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയിലെ മുഖ്യമന്ത്രിന്റെ പിയനെ കാണണമെങ്കിൽ എത്ര പണിയാന്നറിയോ? ഇത് ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തിരുന്നിട്ട് ചമ്മാട്ടുകാരനായ അസലുക്ക പോയിട്ട് അതേതില് ഞാൻ ഡ്രസ് മാറ്റി വരട്ടെ സാറേ എന്ന് പറഞ്ഞ, അതൊന്നും മാറ്റണ്ട, ഇവിടെ ഇരിക്ക്, ഇഫ്തരെ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവര് എന്റെ കൂടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുന്ന ഭരണാധികാരികളാ ഇന്നും അറബ് ലോകത്തിലുള്ളത്. നമ്മൾ സ്റ്റാൻഡേർഡിന്റെ ആൾക്കാരാ. ഒന്നിച്ചൊരു പ്ലേറ്റ് ഒന്ന് കഴിക്കാൻ പറ്റണില്ല, ഒന്നിച്ചിരിക്കാൻ പറ്റണില്ല. ഞാൻ പറയുന്നു, ഞാൻ ഉപദേശ പ്രസംഗം നടത്തല്ലോ, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അറ്റ്ലീസ്റ്റ് ഒരു നേരെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാവൂ. ഒറ്റക്കൊറ്റക്ക് ഫുഡ് വിളമ്പുന്ന പരിപാടി നമ്മളെ വീട്ടിൽ നിർത്തണം. ചിലപ്പം ഭർത്താവ് പീടിയെന്ന് വന്നിട്ടുണ്ടാവും, മോൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഇതെങ്ങനെ തുടർന്നാല് ബല് ഒറ്റപ്പെട്ട് പോകും. രാത്രിയിലെങ്കിലും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം.
ഒരേ സ്ഥലത്തുനിന്ന്. പിന്നെയോ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഗഡ്സ് ആയി തോന്നണം. വാപ്പാൻ്റെത് ഒരു കോൺഫിഡൻസ് ആണ്. വാപ്പയിൽ നിന്ന് കിട്ടേണ്ടത് ഒരു കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് നല്ല സ്നേഹമാണ്. ഹൃദയം പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ഉമ്മ. ബുദ്ധി പോലെ പെരുമാറുന്ന ആളാണ് പിതാവ്. അപ്പൊ ബുദ്ധിയും ഹൃദയവും ക്ലിയർ ആവണമെങ്കിൽ വാപ്പിമ്മയും ഒരേപോലെ സമയം ചെലവഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നല്ല ഐക്യം ഉണ്ടാകണം. പിന്നെ എളാപ്പ മൂത്താപ്പമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, പണ്ടത്തെ കാലൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികളോട് ചോദിച്ചോട്ടെ, അവർക്ക് ഒരു സെന്റേ ആവശ്യമില്ല, അവർക്ക് വീട് തന്നെ ആവശ്യമില്ല എന്നുള്ളടത്ത് അവിടെ നിൽക്കണേ. നമ്മളെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ തല്ലിവിടാൻ തുടങ്ങിയതാ. ഒരൊറ്റ വരണ്ടായിരിക്കും ഈ പിലാക്കുറ്റി ഇന്റതേര്. ആ പിലാക്കുറ്റിയും പോയിട്ടുണ്ടാവും, അവിടുന്ന് മൊയന്തും പോയിട്ടുണ്ടാവും, ഒക്കെ പോയിട്ടുണ്ടാവും. ആ പിലാക്കുറ്റിന്റെ പേരും പറഞ്ഞിട്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ എന്നും തല്ല്, അതിർത്തി തർക്കം. എന്നിട്ട് ഈ ജ്യേഷ്ഠൻ പള്ളിക്കൊക്കെ കൊടുക്കും 3 ലക്ഷം, ജ്യേഷ്ഠൻ ചിലപ്പോൾ അമ്പല കമ്മിറ്റി കൊടുക്കും 2 ലക്ഷം, ചിലപ്പോൾ അപ്പുറത്ത് ഭയങ്കര ഇതിഹാസത്തിന് കൊടുക്കും വേറെ 2 ലക്ഷം. സ്വന്തം സഹോദരന് കൊടുക്കാൻ പറ്റാത്ത നമ്മള് എവിടെ കൊടുത്തിട്ട് എന്താ കാര്യം? അള്ളാഹു ഒരിക്കലും കബൂലാക്കുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ജ്യേഷ്ഠന് അനുജന് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഇനി ഉണ്ടാകരുത്. ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ കോടതിയിൽ സ്വത്ത് തർക്കങ്ങൾ കൂടുതൽ നടക്കുന്നത് ജ്യേഷ്ഠാനുജന്മാരാണ്. ഉമ്മയെ ഉപ്പയെ ഇപ്പൊ വിരല് വരെ മുറിച്ചുകൊണ്ടോ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. മയ്യത്തായി കിടക്കുന്ന സമയത്ത് മരിച്ചെന്ന് കാണുമ്പോൾ ബാഗിൽ വിരലുണ്ടല്ലോ, അതായിട്ട് പോയിട്ട് ഒപ്പിടുക. ചിലര് നോക്കുമ്പോ ഒന്നാകെ ദഫൻ ചെയ്തതിന് വിരല് കാണാനില്ല. ഉമ്മമാരങ്ങനെ, അല്ലെങ്കിൽ അമ്മായിമ്മമാര് അമ്മോശാങ്കര് അവസാന കാലത്ത് വിരുന്നുകൊണ്ടിരിക, എന്നിട്ട് എല്ലാം ഒപ്പിടിച്ചിട്ടാണ് പറഞ്ഞേക്കുക. പൊന്നേരെ ഞമ്മക്ക് എന്തിനാ ഇതൊക്കെ? നമുക്കെന്തിനാ സ്വത്തുക്കൾ? സിക്കന്ദർ ചക്രവർത്തി, അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സിക്കന്ദർ ചക്രവർത്തി എന്നാ പറയാ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ 2 ഭാഗത്തേക്കും കൈകളിടണം, എന്നിട്ട് ആളുകൾ കാണണം ലോകം ഭരിച്ച ചക്രവർത്തി എങ്ങനെയാ തിരിച്ചു പോകുന്നത് എന്ന്. സിക്കന്ദർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അഥവാ സിക്കന്ദർ വന്നിട്ടില്ല ഒന്നും കൊണ്ട്, സിക്കന്ദർ പോകുന്നില്ല ഒന്നും കൊണ്ട്, അതുകൊണ്ട് എന്റെ കൈ ശൂന്യമാണ്, ജനിച്ച പോലെ തന്നെ എന്റെ കൈ തിരിച്ചു പോകുമ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് സ്വത്തിന്റെ പേരിൽ മറ്റുള്ളതിന്റെ ഇപ്പൊ അതിലും അപ്പുറത്താണ് ഈഗോ. കല്യാണത്തിന് വിളിച്ചില്ല, ഇങ്ങോട്ട് വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചില്ല, ഓൻ എന്നോട് അന്വേഷിച്ചില്ല. നാത്തൂനും തമ്മിൽ പ്രശ്നം. നാത്തൂനും തമ്മിൽ ഈ പരിപാടിക്ക് വന്നത് ഞങ്ങൾ ഒന്നും പറയല്ല കേട്ടോ. വേറൊരാൾ ഒരു ഓട്ടോറിക്ഷയിൽ, ഈ ആള് ഓട്ടോറിക്ഷയിൽ. എന്നിട്ട് ഇവിടുന്ന് കേൾക്കുന്നത് സ്നേഹസമ്പുഷ്ടമായ സംസാരങ്ങൾ എല്ലാവരും കേൾക്കണം. അമ്മായി മരിക്കണ്ടാവും ഈ മൂലക്കലും, ഒരോളിരിക്കണ്ടാവും ആ മൂലക്കൽ. ഒരിക്കലും കാണാതിരിക്കട്ടെ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ടായിരിക്കും കുടുംബസംഗമത്തിൽ നടക്കുക. ഇതെന്ത് രീതിയാ? ഞാൻ നിങ്ങളല്ല പറഞ്ഞു കേട്ടോ. നിങ്ങളിപ്പോ ഭക്ഷണത്തിന് വേണ്ടി പിരിയാം, അമ്മായിമ്മയുടെ കൈയൊന്ന് പിടിക്കും, മരുമകളുടെ കൈയൊന്ന് പിടിക്കും, എന്നിട്ട് കൊണ്ടുപോയിട്ട് ചെരുപ്പ് ചിലപ്പോ തെന്നി വീഴും. ഇതായിരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉമ്മാമ്മമാര്, അവർക്ക് ചെരുപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ കുടുംബത്തിൽ ഒരു സ്നേഹോസ്ഫലമായ രംഗങ്ങൾ നടക്കട്ടെ. നാത്തൂനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരട്ടെ, മത്സരങ്ങൾ ഇല്ലാതെയാകട്ടെ, പരസ്പരം എല്ലായിടത്തും സുന്ദരമായ ഒരു ലോകമുണ്ടാകട്ടെ. ഇതെല്ലാം ഉണ്ടാകാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഉണ്ടാകാൻ നമ്മുടെ വീട്ടിൽ ദീൻ ഉണ്ടാകണം. ദീനല്ലാതെ വേറെ ഒന്നുകൊണ്ടും ഇതിന് യാതൊരു പ്രതിവിധിയുമില്ല. നിങ്ങൾ വിചാരിക്കേണ്ട കുറെ പൈസ ഉണ്ടായാല് എല്ലാം നടക്കുന്നു. പൈസ ഉണ്ടായ കുട്ടികൾ അങ്ങനെ കേറി പോയി, ഓരോ ടൂറ് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, നിങ്ങളറിയാത്ത ലോകത്തിലൂടെ അവർ സഞ്ചരിക്കും. കാരണം നിങ്ങൾ അവർക്ക് പൈസ മാത്രമേ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ, വിദ്യാഭ്യാസം മാത്രമേ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. അതല്ല, എന്റെ പിതാവ് അതൊരു വല്ലാത്തൊരു സമ്പത്താണ്, എന്റെ മാതാവ് അതിലും വലിയ സമ്പത്താണ്. എന്റെ മാതാവിന്റെ കണ്ണുനീരുറ്റിയാൽ ഞാൻ പിടഞ്ഞില്ലാതെയാകും എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ഡ്രഗ്സിന് വരെ പഠനങ്ങളുണ്ട്. സൈക്കോളജിസ്റ്റുകളുടെയോ സോഷ്യോളജിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല ലോകത്തിൽ ഇത്രയും ആളുകൾ ഇതിലേക്ക് പോകാതിരിക്കുന്നത്. മതപരമായ മൂല്യത്തിലൂടെയാണ്. 700 കോടി ജനങ്ങളിൽ ഏകദേശം 250 കോടി ജനങ്ങളിൽ 150 കോടി ജനം ഈ പറയുന്ന ഡ്രഗ്സിലേക്ക് പോകാതിരിക്കുന്നത് only because of ദീൻ ഉണ്ടായത് കൊണ്ടാണെന്നാണ് പഠനം. ഇത് നമ്മുടെ മുസ്ലിങ്ങളെ പഠനമൊന്നുമല്ല, UK-യിൽ നടന്ന പഠനമാണ്. സ്പിരിച്വാലിറ്റി ഉള്ളവർ ഡ്രഗ്സിലേക്ക് പോകുന്നില്ല. അവർ നല്ല കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നു, അവർ നല്ല രീതിയിൽ നടക്കുന്നു. മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കുള്ളത് എന്താണെന്നറിയോ? മറ്റു ജില്ലക്കാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല, അവരെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ജീവനാണ്. അതിനു വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ അവർ തയ്യാറാണ്.
തയ്യാറാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഒരുപാട് കുട്ടികൾ ഇതേപോലെ തന്നെ അവർക്ക് 35-40 ആയിട്ടുണ്ടാവുള്ളൂ. നല്ല ജോലി റിസൈൻ ചെയ്തിട്ട് ഉസ്താദ് ചിലപ്പം വിളിക്കും, ഉസ്താദ് ഞങ്ങൾ ദ്വാരക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്തേ? ജോലി ഒഴിവാക്കി പോവാണ്. എന്തിനാ നീ ജോലി ഒഴിവാക്കിയത്? അല്ല ഉപ്പാക്ക് സുഖമില്ല, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് മതി ജോലി എന്ന് പുതിയ തലമുറ കുട്ടികളെ പറയാൻ. 35-ാം വയസ്സിൽ ഗൾഫ് ഒഴിവാക്കി വരിക, നല്ല ജോലിയൊക്കെ. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പനെ നോക്കണം, ഉപ്പനതാക്കണം, ഉമ്മനെ നോക്കണം. അപ്പൊ എന്റെ ജോലിയോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മതി, എനിക്ക് നല്ല ജോലി എപ്പോഴും കിട്ടും, ഇപ്പൊ അത്യാവശ്യ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് ഇവരുടെയൊക്കെ തലമുറയുണ്ടല്ലോ, അവര് ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്നത് എന്റെ ഉപ്പ പറയാറുണ്ട്. എന്റെ ഉപ്പ എന്നെ കണ്ടത്, അഥവാ എന്റെ ജ്യേഷ്ഠനെ കണ്ടത് 2 കൊല്ലം കഴിഞ്ഞിട്ടാ. എന്താണ് മകൻ ജനിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാ കാണുന്നത്. കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ അന്ന്. പക്ഷേ എത്രയോ കാലം അവര് പ്രാർത്ഥിച്ചു, എത്രയോ പ്രാവശ്യം അവര് കടന്നുപോയി. ഇന്നും കോർഫുഖാനില് ഇപ്പോഴും ഒരു ഹോട്ടലുണ്ട്, കാലിക്കറ്റ് ഹോട്ടല്. എന്താ ഹോട്ടലിന്റെ പ്രത്യേകത എന്നറിയോ? UAE-ലുള്ളവർക്ക് അറിയാം. അഥവാ ഇവിടെ നിന്ന് ലാഞ്ചിക്ക് പോയിരുന്ന സമയത്ത് പത്തേമാരിയിൽ പോകുമ്പോ ആളുകൾ വിശന്ന് വലഞ്ഞിട്ട് ദുബായിയുടെ ഓരത്തിലേക്ക് എടുത്തു ചാടി നീന്തി, പാസ്പോർട്ടും ശരിക്കല്ല, സീലും ശരിക്കല്ലാതെ നനഞ്ഞു കുതിർന്ന് അവിടെ എത്തുമ്പോ ആ റെസ്റ്റോറന്റിൽ നിന്നിട്ട് ഒരു റാന്തൽ വിളക്ക് ഇങ്ങനെ അണിയുന്നത് കാണുമായിരുന്നു. ആ റാന്തൽ ഇളക്കിയിരുന്ന ആൾ എന്തിനാ ഇളക്കണമെന്നറിയോ? അദ്ദേഹം ഫുഡ് കൊടുക്കാനാ. ആദ്യം വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ. അങ്ങനെ ആദ്യം കഞ്ഞി കുടിച്ച് കേറിയതാ നമ്മുടെയൊക്കെ മുൻഗാമികളായ പിതാക്കന്മാർ. ആ റാന്തൽ ഇങ്ങനെ വീശിയ പാവത്തിന് UAE കൊടുത്ത പേര്, മലയാളികൾ കൊടുത്ത പേര് കഞ്ഞി മൗല എന്നാണ്, കഞ്ഞി തരുന്ന മൗലാന എന്നാണ്. ആ കുടുംബത്തിൻ്റെതാണ് ഇന്ന്, കുടുംബത്തിലെ ആളുകളുടേതാണ് ഇന്ന് സബ്ക പോലെയുള്ള അവരുടെ മക്കളുടെയും പേരക്കുട്ടിയുടെ ഹോട്ടലാണ് അതൊക്കെ. ആ കഞ്ഞി മൗല അന്ന് വീശിയ വീശൽ അത് പിന്നീട് കഞ്ഞിയായി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പഴയ ആൾക്കാർ കയറിപ്പോയത്. ഇന്നത്തെ AC ഇല്ലാത്ത ചൂടുള്ള ഭാഗത്ത് നിന്ന് പ്രവാസ ലോകം തീർത്ത് 30 കൊല്ലം 40 കൊല്ലക്ക് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഇതാ ഈ വോയിസ് നാളെ കേൾക്കുന്ന പ്രവാസികൾ അവർ ഇന്നും കഷ്ടപ്പാടിലാണ്. മഴ വന്നാൽ മഴ, ചൂട് വന്നാൽ ചൂട്, ജോലി നഷ്ടപ്പെട്ടാൽ അങ്ങനെ ബേജാറ് കൊണ്ട് തിളക്കുമ്പോ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവർ കഷ്ടപ്പെട്ടു. എന്നിട്ട് അവര് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ആ സമയത്ത് പേരക്കുട്ടിക്ക് വല്ലിപ്പാൻ അറിയില്ല, വല്ലിപ്പാന്റെ കൂടെ കളിക്കാൻ നേരമില്ല. അവന്റെ കയ്യിൽ ഒരു മൊബൈലാണുള്ളത്. മൊബൈലാണ് അവൻ ഏറ്റവും വലിയ വല്ലിപ്പ. വല്ലിപ്പ പറയും, മോനെ വാടാ എന്നോട് വർത്താനം പറയട്ടെ. അപ്പുറത്തുനിന്ന് വല്യമ്മ പറയും, എടി മോളെ ഒന്ന് വരുമോ, എന്നെ കാണാൻ പൂതിയായി എന്ന്. ഉമ്മാന്റെ അപ്പ പറയും, ഉമ്മാന്റെ അപ്പ സുഖമില്ലാതിരിക്കും. ആ പാവം അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മ ഉണ്ടല്ലോ, ആ സാധു നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാണ്. നിങ്ങൾ ജനിക്കുന്ന സമയം ഉമ്മ അകത്ത് കിടന്നിട്ട് ആഹ് എന്ന് ലേബർ റൂമിൽ കിടന്നിട്ട് കരയുമ്പോ ഇപ്പുറത്തെ തസ്ബീഹ് മാലകൾ മറിച്ചുകൊണ്ടൊരു പാവം വല്യമ്മ നിങ്ങൾക്കൊന്നും വരാതിരിക്കാനുള്ള മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന, നിങ്ങൾ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രാർത്ഥന, നിങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ കറുത്തവളാണോ എന്നറിയില്ല, വെളുത്തവളാണോ എന്നറിയില്ല, കാലുണ്ടോ എന്നറിയില്ല, കൈയുണ്ടോ എന്നറിയില്ല, കണ്ണ് കാണുന്ന കുട്ടിയാണോ എന്നറിയില്ല, ഉമ്മ അവിടെ കിടന്നിട്ട് ആഹ് എന്ന് കരഞ്ഞ് വിലപിക്കുമ്പോ, ലേബർ റൂമിലെ കരച്ചില്ലാകുമ്പോ പാവം കരഞ്ഞുകൊണ്ട് ഒരു വല്യമ്മ ഇപ്പുറത്ത് ദുആ ചെയ്തിരുന്നു. അത് നിങ്ങളുടെ ഉമ്മയുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയാണ്. നിങ്ങൾ പിന്നെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ആ വല്യമ്മ വിളിക്കാണ്, മോളെ വെക്കേഷൻ ആയിട്ട് ഈ ഒന്ന് വന്നില്ലല്ലോ, ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്ന്. എനിക്ക് സമയമില്ല, പ്രൊജക്റ്റ് ആണ്, അസൈൻമെന്റ് ആണ്, കോഴ്സുകളാണ്. വല്യമ്മനെ കാണാൻ പറ്റാത്ത ഈ സർട്ടിഫിക്കറ്റുകൾ ആകാശത്തിലേക്ക് വലിച്ചെറിയ കുട്ടികളെ. അഥവാ എല്ലാ സമയത്തും ഇന്ന് നിങ്ങൾ നോക്കുക, ഇൻസ്റ്റഗ്രാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്ന് അത് റൊണാൾഡോ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഒരൊറ്റ പോസ്റ്റ് ഇറക്കുമ്പോഴേക്ക് 5 കോടിയും 6 കോടിയുമാണ് അദ്ദേഹത്തിന്റെ കാണുന്നത്. അതിലൂടെ മീഡിയയിലൂടെ കോടികൾ വാങ്ങുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചു, ലോകകപ്പിൽ പിന്നെ കപ്പെടുക്കലാണോ അതോ അമ്മയുടെ കൂടെ ജീവിക്കലാണോ 1-ാം സ്ഥാനം എന്ന് ചോദിക്കുമ്പോ വിത്ത് മൈ മദർ എന്ന് മറുപടി പറഞ്ഞ മഹാകളിക്കാരന്റെ പേരാണ് ദി ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പറയണം. അദ്ദേഹം കളിക്കുന്നതിന്, ഫുട്ബോളിന്, അതിനുവേണ്ടി എല്ലാണെങ്കിലും ഏത് ലോകകപ്പാണെങ്കിലും അമ്മ വിളിച്ചാൽ ഉടനെ ഓടിയെത്തും, എവിടുന്നാണെങ്കിലും ഓടിയെത്തും. അമ്മയെ ആൾക്കൂട്ടത്തിൽ വെച്ച് കെട്ടിപ്പിടിക്കും. റൊണാൾഡോയുടെ അമ്മയോട് റൊണാൾഡോയെ പോലെ ആളുകൾക്ക് സ്നേഹമാണ്, കാരണം അത്രമാത്രം സ്നേഹിച്ചു. ഇത് ഏതാ അമ്മ എന്നറിയോ? ഈ പാവം അമ്മ അതിന് മുമ്പ് 2-3 കുട്ടികൾ ഉണ്ടായത് കൊണ്ട്, ആ കുട്ടികളെ വളർത്താൻ കഴിയാത്തത് കൊണ്ട്
ഈ കുട്ടിനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാ. ഈ റൊണാൾഡോയെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കാൻ തീരുമാനിച്ചതാ. അതും റൊണാൾഡോക്ക് അറിയാം അതുകൊണ്ടാണ് അമ്മയോട് കൂടുതലൊരു സ്നേഹം. എന്നെ ഒഴിവാക്കാതെ എന്നെ വളർത്തിയ അമ്മേ, നിങ്ങൾക്കാണ് എല്ലാം എന്ന്. നിങ്ങളെ ഗർഭം ചുമക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ലാതെ നിങ്ങളെ വളർത്തി വലുതാക്കി. അതുകൊണ്ട് കുടുംബത്തിലെ ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ ഇങ്ങനെയുള്ളവരോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. സ്നേഹപൂർവ്വം പോകണം. അതിന് ദീനീപരമായ ഒരു ഭാഗമുണ്ടാകണം. ഉമ്മാമ ഇങ്ങനെ വല്ലേ റൂം തുറന്ന് നോക്കുമ്പോ രാത്രി മഗ്രിബ് നിസ്കരിച്ച്, അല്ലെങ്കിൽ വൈകുന്നേരം മഗ്രിബിന്റെ സമയമാകുമ്പോൾ നിസ്കരിച്ച് അതിനിടയിൽ ഖുർആൻ ഓതുന്ന ഡിഗ്രിക്കാരിയായ പെൺകുട്ടിയെ കാണട്ടെ. അതോടൊപ്പം എൻട്രൻസിന് പോകുമ്പോ, എൻട്രൻസിന്റെ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോകുമ്പോ ഉമ്മക്കൊക്കെ മുത്തം കൊടുത്തിട്ട് കയ്യൊക്കെ കൊടുത്തിട്ട് ഉമ്മ ദുആ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാകട്ടെ. ഞാനിപ്പോ വികാരഭരിതമായത്, ഇന്ന് എന്റെ മകന് IELTS എക്സാം നടക്കാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി സുന്ദരമായ ഒരു യൂണിവേഴ്സിറ്റി പോകാൻ 7 ബ്രാൻഡ് കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യട്ടോ എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നതാ എന്റെ മൂത്തമോൻ പോയത്. ഇതുപോലെ ഞാൻ എന്റെ മോനെ പറ്റി പറയല്ല, ഇതുപോലെ മാതാപിതാക്കൾക്ക് ചില മോഹമുണ്ട്. നമ്മുടെ മക്കളുടെ പുറപ്പാട്, നമ്മുടെ മക്കളുടെ യാത്ര, അതിലെല്ലാറ്റിലും ആ മൂല്യം കാത്തു സൂക്ഷിക്കണമെന്നാണ്. ആ മൂല്യത്തിലൂടെ കടന്നു പോകണം. നിങ്ങൾ ഏത് വലിയ കലക്ടർ ആയാലും തിരിച്ചെത്തി സ്വന്തം മാതാവിന്റെ മടിയിൽ കിടന്നിട്ട് കഥ കേൾക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികളായി മാറാൻ നമുക്ക് സാധ്യമാകട്ടെ. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഡോക്ടേഴ്സായി മാറണം. ഡോക്ടേഴ്സ് ആകുമ്പോ എല്ലാവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിച്ചോ, പൈസക്കാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ. പക്ഷെ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ വരുമ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ലെഴുതുമ്പോ നിങ്ങളുടെ ഓപ്പറേഷന്റെ അതൊന്ന് മെല്ലെ ഒന്ന് വെട്ടിയേക്ക്. നിങ്ങൾക്ക് 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ആ പാവത്തിന്റെ അടുത്തുനിന്ന് വാങ്ങല്ലേ. അങ്ങനെ നിങ്ങൾ 10 പേരുടെ ഓപ്പറേഷൻ നടത്തുമ്പോ ഒരാളുടേത് വെട്ടിക്കൊടുത്തേക്ക്. അത് അയാൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അങ്ങനത്തെ ഡോക്ടർമാരാണ് വാണിയംതൊടിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനത്തെ കളക്ടർമാരും അങ്ങനത്തെ ജൈത്രയാത്രയുടെ ആളുകളുമാണ് ഈ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അധികം കൂട്ടി പറയുന്നില്ല. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങുക. ദീന് മാത്രമാണ് നമുക്ക് ഏകമായ ആശ്രയമുള്ളത്. വേറെ എല്ലാം മായകൾ മാത്രമാണ്. എല്ലാം അവസാനിച്ചു പോകും. ഞാൻ ഈ ഭൂമിയിൽ എന്നും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഫിറഔനും പോയിട്ടുണ്ട്, നമ്രൂദും പോയിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് മണ്ണാണ്. അതുകൊണ്ട് ആരും എന്താക്കണ്ട, വലിയ രീതിയിൽ അഹങ്കരിച്ച് നടക്കണ്ട. ഞാൻ 100 വയസ്സ് വരെ എന്തായാലും ജീവിക്കും. അതിന് ഞാൻ സെല്ലുകൾ മാറ്റി വെക്കുന്നു, അതിന് ഞാൻ സ്പെഷ്യൽ മെഡിക്കേഷൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഡാൻസർ ഉണ്ടായിരുന്നു മൈക്കിൾ ജാക്സൺ. 100 വയസ്സ് വരെ ഉറപ്പിച്ച് സെല്ലുകൾ മാറ്റിവെച്ച് കോടാനകോടികൾ ചെലവഴിച്ച് തന്റെ ശരീരത്തിന് വേണ്ടി നടന്ന ആളാണ് മൈക്കിൾ ജാക്സന്. തന്റെ ആയുസിന്റെ 100ന്റെ പകുതി പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം അള്ളാഹു മാത്രമേ ഉള്ളൂ. സയന്റിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയും, സയൻസ് പഠിച്ചവർ പറയും. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആരാന്നറിയോ? അത് സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് ആകാശ ലോകങ്ങളുടെ രഹസ്യങ്ങളെ കുറിച്ച്, നക്ഷത്ര വ്യൂഹങ്ങളെ കുറിച്ച്, താതാപദങ്ങളെ കുറിച്ച്, ക്ഷീരപദങ്ങളെ കുറിച്ച്, കൊള്ളിമീനുകളെ കുറിച്ച്, ഉൾക്കകളെ കുറിച്ച് ഗൗരവമായി നമ്മളോട് സംസാരിച്ചു. ഒരുപക്ഷെ വരും നൂറ്റാണ്ടിൽ നമ്പർ 1 ആയി ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് മാറും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന് കൈകാലുകൾ അളക്കാൻ കഴിയില്ലായിരുന്നു. വീൽ ചെയറിൽ ഇരുന്നിട്ട് അതൊക്കെ ചെയ്യാം. സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ വീഡിയോസും ഫോട്ടോയും കണ്ടോക്ക്. വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. നന്നായിട്ട് സംസാരിക്കാൻ കഴിയാതെ ഇങ്ങനെ തളർന്നിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവനും. കുട്ടിക്കാലത്ത് നല്ല ഉഷാറായിരുന്നു, നന്നായിട്ട് നടന്നിരുന്ന കുട്ടിയാണ്. പെട്ടെന്നൊരു അസുഖം വന്നു, ഇങ്ങനെയായി. ലോകത്തിലെ എല്ലാ ഡോക്ടർമാരും ആഗ്രഹിച്ചു ചികിത്സിച്ച് മാറ്റണമെന്ന്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി സാമ്പത്തികം ഇറക്കാൻ തയ്യാറാണ്. ലോകത്തിലെ എല്ലാ സന്നാഹങ്ങളും തയ്യാറാണ്. സയൻസ് മുഴുവനും തയ്യാറാണ്. ആവർത്തിച്ചു പറയുന്നു, സയൻസ് മുഴുവനും തയ്യാറാണ്. പക്ഷേ ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി ആകാശത്തിന്റെ തമ്പുരാൻ തീരുമാനിച്ചു, ലോകത്തിന്റെ ഏറ്റവും വലിയ ബ്രെയിൻ, ലോകത്തിൽ ഞാൻ നിന്നൊരു മാതൃകയാക്കി കൊടുക്കുന്നു. നീ സയന്റിസ്റ്റ് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ ആളാണ്. പക്ഷേ ചെയറിലിരുന്നേ പറ്റൂ, എഴുന്നേൽക്കണ്ട നീ എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. മരണം വരെ അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. സയൻസിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആൾക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവനാണ് ഏകാധിപതി, അവനാണ് സൃഷ്ടാവ്, അവനാണ് സമഗ്രാധിപതി. അതുകൊണ്ട് അവന്റെ ആ സീമരേഖക്കപ്പുറത്തേക്ക് ആരും സഞ്ചരിക്കാൻ തുനിയണ്ട. അവനിലേക്ക് അടുക്കുക. ഒറ്റ വഴിയേ ഉള്ളൂ അവനിലേക്ക് അടുക്കാൻ. ആ വഴിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം സ്നേഹഭാജനമായ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച് മുന്നോട്ട് പോവുക. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. റോൾ മോഡൽ നമുക്ക് ആയിരങ്ങളൊന്നുമില്ല. ആകെ ഒരേ ഒരു റോൾ മോഡൽ മാത്രം, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നമ്മൾ അനുകരിക്കുന്നത് ചിലപ്പോൾ കുറവ് വന്നേക്കാം, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മറ്റൊരിടത്തേക്ക് ദിശ തിരിയാൻ പാടില്ല. അങ്ങനെ ആകാൻ പാടില്ല. അഥവാ ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ ഒരു പാവം മനുഷ്യൻ ഓടി നടക്കാൻ അബൂ ദുജാന റളിയല്ലാഹു തആല ഐനർ റസൂൽ ഐനർ റസൂൽ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ? ആ സമയത്ത് ആരോ പറഞ്ഞു ആ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അങ്ങോട്ട് ഓടി ചെല്ലാൻ അയാൾക്ക് ആരോ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു, നഊദു ബില്ലാഹ്. യുദ്ധത്തിന്റെ എതിരാളികൾ വിളിച്ചു പറയാണ്. ആ സമയത്ത് ഓടി ചെന്നപ്പോ രണ്ടാളുകൾ അമ്പയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ. ഇപ്പൊ അമ്പ് വീഴും, നേരെ ചെന്നിട്ട് പതിക്കും. വിശ്വാസമേ ഈ ലോകത്തോട് വിട പറയും. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടി നേരെ ചെന്ന് വിശ്വാസമേ അണഞ്ഞൂട്ടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്പയ്യുന്നവരെ എയ്തുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല. അമ്പ് വന്ന് തറച്ചുകൊണ്ടേയിരുന്നു, രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു, കൈകാലുകൾ തളരുന്നുണ്ട്, മരണത്തെ മുഖാമുഖം കാണുന്നുണ്ട്. അപ്പോഴും വിശ്വാസമയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഇല്ല റസൂലേ, നിങ്ങൾക്കൊന്നും വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന്. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ആ ഏകഛത്രാധിപതിയെ അല്ലാഹുവിലേക്ക് തിരിയാൻ പറ്റണം. കുടുംബത്തെ എപ്പോഴും നല്ല രീതിയിൽ കാണാൻ പറ്റണം. ആരോടും അസൂയയില്ലാതെ, കുശുമ്പില്ലാതെ, കുനിഷ്ടയില്ലാതെ എല്ലാവരും പരസ്പര സ്നേഹത്തിലാകണം. എല്ലാവരും, അത് സമ്പന്നരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, രോഗികളുണ്ടാകാം, പാപങ്ങളുണ്ടാകാം, എല്ലാവരോടും ഒരേ പെരുമാറ്റം. അങ്ങനെ സന്തോഷത്തോടെ ഈ കുടുംബം പോകുന്നത് കാണാനാണ് ഈ യുവാക്കൾ ഇതെല്ലാം ഓടിച്ചാടി നടന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ ഫുഡ് വിളമ്പിയിട്ട് കുറെ ആൾക്കാർ അത് കേൾക്കാൻ പോയി. ആ സാധുക്കൾ ഇത് കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ചൂടത്ത് കിടന്ന് പോയ അവര് യുവാക്കളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രായം ചെന്നവർ, കാരണവന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടിയത്. ഇവരെ നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടത്തിലെ വിദ്യാർത്ഥി കൂട്ടങ്ങൾ നാളെയുടെ പ്രതീക്ഷകളാണ്. ഇവിടുത്തെ ഓരോ ഉമ്മമാരും പ്രാർത്ഥനാപൂർവ്വം ഇന്ന് വന്നവരാണ്. ഇവിടുത്തെ യുവാക്കൾ നിങ്ങളെ എടുത്ത് പറക്കേണ്ടവരാണ്. അതുകൊണ്ട് ഏറ്റവും നന്നായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാണിയം തൊടി എന്ന് പറയുന്ന വീട്ടി ഫാമിലി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് സ്നേഹോഷ്മളമായി പോകാൻ സാധ്യമാകട്ടെ എന്ന അർത്ഥവത്തായ പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.